അല്ല അപ്പൊ ഇത് നീ അവിടെ പോയിരുന്നേച്ചാ അവിടെ ഉറങ്ങിയ ഇല്ല ഞാൻ ഉറങ്ങിയ വണ്ടി അങ്ങോട്ട് കയറണ മുമ്പേ. ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സെബാൻ്റെ ഗ്രൂം ടു ബി കൊടുത്തതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ടൊക്കെ കൊടുക്കാനൊക്കെയാണ് വലിയ കാര്യത്തിൽ ഉദ്ദേശിച്ചത്. എന്നാലും നിങ്ങൾ ലാസ്റ്റ് വരെ കാണാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഗ്രൂം ടു ബി കൊടുത്തതെന്നൊക്കെ. അപ്പോൾ ഞങ്ങൾ തറവാട്ടിൽ വെച്ചിട്ടായിരുന്നു കൊടുത്തത്. തറവാട്ടിൽ അപ്പോൾ ഞാനൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞാനപ്പോൾ ഓരോന്നൊക്കെ ഇങ്ങനെ ഹാപ്പി ഗ്രൂം ടു ബി എന്നുള്ള മറ്റേ ബാനറൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അനിയനൊക്കെ ബലൂണൊക്കെ കെട്ടി തുടങ്ങുന്നുണ്ട്, ചേട്ടൻ അവിടെ ബലൂണൊക്കെ കെട്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ അനിയത്തിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ അവൾ പറഞ്ഞു, അപ്പോൾ എന്നെ കാണേണ്ട വീഡിയോ. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നീ തിരിച്ച് പിടിച്ചിട്ട് എടുക്കുന്നു പറഞ്ഞപ്പോഴേക്കും അവൾ തിരിച്ചെടുത്തപ്പോഴേക്കും പിന്നെ വേറെ രീതി ആംഗിൾ മാറിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ പല പല ആംഗിളിലാണ് ഈ വീഡിയോ കിടക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൂം ടു ബിയുടെ കാര്യങ്ങൾ ഡെക്കറേഷൻസൊക്കെ ഒരുവിധം സെറ്റായിക്കൊണ്ടിരിക്കണമായിരുന്നു കേട്ടോ. ഡെക്കറേഷൻസ് പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. എല്ലാ കസിൻസൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഈ ജോലി തിരക്കും ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്നും ഇല്ല ഇതിനകത്ത്. എല്ലാ കസിൻസിനെ വെച്ചിട്ടാണ് ഈ പ്രാവശ്യത്തെ ഗ്രൂം ടു ബി പ്ലാൻ ചെയ്തേക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇനി അധികം സമയം ഉണ്ടായിരുന്നില്ല. പരിപാടിയുടെ എന്തോ കല്യാണത്തിൻ്റെ കുറച്ച് തലയാഴ്ചയിലാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൂം ടു ബി സെറ്റ് ചെയ്തത്. അങ്ങനെ ഗ്രൂം ടു ബിയുടെ ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞു. അതേപോലെ അതിൻ്റെ കുറച്ച് ബാനർ കുറച്ച് ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. ആ ബലൂണൊക്കെ ഞാനിങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇങ്ങനെ വെക്കണോ അങ്ങനെ വെക്കണോ എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷനൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അങ്ങനെ ചെക്കൻ കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് എല്ലാവരും വെവ്വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അല്ല അപ്പൊ ഇത് നീ അവിടെ പോയിരുന്നേച്ചാ അവിടെ ഉറങ്ങിയ ഇല്ല ഞാൻ ഉറങ്ങിയ വണ്ടി അങ്ങോട്ട് കയറണ മുമ്പേ പറ്റിയില്ല. മറ്റേ അങ്ങനെ ഞങ്ങൾ വിചാരിച്ച പോലെ ഗ്രൂം ടു ബി സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയില്ല. കാരണം സെബാൻ വന്നപ്പോൾ തന്നെ ഈ പോപ്പർ പൊട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പാളിപ്പോയി. അയാളാണെങ്കിൽ വന്നപ്പോൾ കാണുകയും ചെയ്തു, ഓ നിങ്ങൾ ഇതൊക്കെ ആയിരുന്നല്ലേ ഇവിടെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതുകൊണ്ട് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി വെച്ചത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. എന്നാലും അതൊക്കെ വളരെ സന്തോഷമായി. ഗ്രൂം ടു ബിയുടെ ഇങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ശരിയായല്ലോ ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ. അങ്ങനെ അതും ഞാനും കൂടി ഗ്രൂം ടു ബിയുടെ ഇതൊക്കെ ഇട്ട് കൊടുത്തു, മേത്തോട്ടൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പിന്നെ സാധനം പൊട്ടി. അങ്ങനെ ഫൈനലി അത് പൊട്ടി. അങ്ങനെ ആ ഗ്രൂം ടു ബിയുടെ ഇത് നമ്മൾ മേത്തോട്ട് ഇടുമല്ലോ, ആ മേത്തോട്ട് ഇടുന്ന സമയം ഇപ്പോൾ കറ്റാട്ട സാധനം പൊട്ടി. അതിന് മുന്നേ ശരിക്കും കൂടെ ചെക്ക കയറി വരുമ്പോൾ പൊട്ടിക്കാനായിട്ടാണ് വിചാരിച്ച് വെച്ചത്. പക്ഷേ ആ സമയത്ത് പൊട്ടിയില്ല. അത് കഴിഞ്ഞ് അലീന ഗ്രൂമിൻ്റെ ഒരു കണ്ണടയൊക്കെ ഗ്ലാസ്സൊക്കെ വെച്ച് കൊടുത്തു. അങ്ങനെ അയാൾക്ക് ഭയങ്കര സന്തോഷിക്കുക, വീഡിയോ എടുക്കുകയാണോ പക്ഷെ എന്ന് പറഞ്ഞിട്ടൊക്കെ എടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലൊക്കെ മര്യാദ. എനിക്കാണെങ്കിൽ ചെറിയൊരു തൊണ്ടവേദന ഉണ്ട്, അതുകൊണ്ട് തന്നെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഇതുമുണ്ട്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ എല്ലാം ഓൾറെഡി വാങ്ങിച്ച് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഒരു ചേച്ചിനോട് പറഞ്ഞിട്ട് ആ ചേച്ചിയാണ് കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ കേക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ കേക്ക് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹോം മെയ്ഡ് ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഹോം മെയ്ഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഗ്രൂം ടു ബിയുടെ ഡെക്കറേഷൻസൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടി. അപ്പോൾ കേക്ക് മുറിക്കുമ്പോൾ ആദ്യം എപ്പോഴും കേക്ക് മുറിക്കണം, ആരാണോ കേക്ക് മുറിക്കണമെന്ന് അവന് നോക്കണ്ട, അവനെന്തായാലും കേക്ക് മുറിക്കണം എന്നുള്ള നിർബന്ധം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ഞാനും സെബാൻ്റെ അടുത്തോട്ട് പോയി നിന്നിട്ടോ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവന് കേക്ക് മുറിക്കണമെങ്കിൽ അവനെ കൊണ്ടേ നിർത്തണമല്ലോ ഒരാൾ. അതിൻ്റെ സാധനങ്ങളൊക്കെ കയ്യിൽ പിടിക്കാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ഓരോരുത്തരായിട്ട് ഓരോന്നോരോന്നൊക്കെ എടുത്തു വെച്ചു. ഒന്നാമത്തെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നത്, അതിനകത്ത് ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനാണ്. ഞാൻ ഇതെടുക്കും, വേണ്ട ഞാൻ മറ്റേതെടുക്കാം, അങ്ങനെ കൺഫ്യൂഷനാണ്. എനിക്കത് കിട്ടണം എനിക്കിത് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്നൊക്കെ ഇട്ട് എടുത്ത് പിടിച്ചു. ഞാനപ്പോൾ ഒരു റിങ്ങിൻ്റെ പോലത്തെ ഒരു സംഭവമാണ് എടുത്തത്. കൂടെ മുത്തശ്ശിയുണ്ട്, അതായത് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പിച്ചിയുടെ അമ്മ, ആനയമ്മ, അമ്മൂമ്മ, അതിൻ്റെ മുത്തശ്ശി. അങ്ങനെ എല്ലാവരും കൂടി നിന്ന് ഫോട്ടോയ്ക്ക് പോസൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് വേറെ ആംഗിളായി, പിന്നെ അത് കഴിഞ്ഞ് വേറെ ആംഗിളായി. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ആൻറ്റിയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ ആംഗിളിന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്ര ആൾക്കാരായിരുന്നു ഗ്രൂം ടു ബിയുടെ പരിപാടിക്ക് വേണ്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരെയൊക്കെ കൂടി ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ട് കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയൊക്കെ നിന്നു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ആദമ്മേനെ നിർത്തിയിട്ട് സെബാനും ആദമ്മയും കൂടി കേക്കൊക്കെ മുറിച്ചു. അപ്പോൾ അവിടെ സ്നേഹക്കാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 or 3 എങ്ങാണ്ട് കിട്ടി തോന്നുന്നു. ഗ്രൂം ടു ബി അല്ല, ബ്രൈഡ് ടു ബി. അത് ബ്രൈഡാണല്ലോ. അപ്പോൾ സ്നേഹമ്മക്ക് 2 or 3 കണ്ട കസിൻസ് തന്നെ 2 കൊടുത്തു. പിന്നെ വേറെ കൊളീഗ്സിൻ്റെ അവിടെ നിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ സ്നേഹമ്മക്ക് 2 or 3 ബ്രൈഡ് ടു ബി എങ്ങാണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ സെബാനാകെ ഈ ഒരു ഗ്രൂം ടു ബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഗ്രൂം ടു ബിയുടെ സർപ്രൈസൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ കേക്കൊക്കെ മുറിച്ചു. കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ എന്ത് പാട്ട് പാടണമെന്നുള്ളത് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏ എന്ന് പറഞ്ഞിട്ട് വെറുതെ അങ്ങനെ ഒച്ചയെടുത്തോണ്ടിരുന്നേച്ചു. അല്ലാണ്ട് സാധാരണ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടും, അല്ലെങ്കിൽ ആനിവേഴ്സറി ആണെങ്കിൽ അതിൻ്റെ പാട്ട് പാടും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടും. ഈ ഗ്രൂം ടു ബിക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പാടേണ്ടതെന്നുള്ളത് ഒറ്റെണ്ണത്തിന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഇങ്ങനെ ഏ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒച്ചയെടുത്തോണ്ടിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് പോയി. അപ്പോൾ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.